ആദ്യം നമ്മൾ വലിയ പാനലായിട്ട് 8x4 10x4 ബോർഡായിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഈ മെഷീനിൽ കയറ്റിയിട്ട് നമ്മൾ അതിന്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുകയാണ്. അത് ഓരോരോ മെഷർമെന്റിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അത് കട്ടിംഗ് സെക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്നത് ഇതെല്ലാം കട്ടിങ്ങിന്റെ സെക്ഷൻ അല്ലേ? ഓക്കെ. ഇതിപ്പോ എന്ത് അലമാരിക്കുള്ള സാധനമാണ് ഈ ചെയ്യുന്നത്? അതെ, ഇതിപ്പോ അലമാരിക്കുള്ളതാണ്. ഓക്കെ. ഈ മെഷീന്റെ പേരെന്ത്? ഇതിന്റെ പേരെന്ത്? ഇത് പാനൽസോ എന്നാണ് ഇതിന്റെ പേര്. പാനൽസോ അല്ലേ? പാനൽസോ. ഓക്കെ. ഇതിപ്പം ഇത് സിംഗിൾ ഷീറ്റ് ആണോ ഇത്? അതെ, ഒരു ഷീറ്റ് ആയിരുന്നു. അത് കട്ട് ചെയ്ത് ഓരോ അളവിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ. ഈ കളറിംഗ് എല്ലാം എങ്ങനെ? കളറിംഗ് എല്ലാം ചെയ്താണ് വരുന്നത്. ഓ ശരി. നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബോർഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കളറുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു 10-15 വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഒരു സെക്ഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഈ ബോർഡിന് പറഞ്ഞ പ്രീ ലാമിനേറ്റഡ് ബോർഡ് എന്നാണ്. പ്രീ ലാമിനേറ്റഡ് ബോർഡ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഈ കാണുന്ന സെക്ഷൻ ഇതെല്ലാം എന്തുവാണ്? ഇതാണെങ്കിൽ എഡ്ജ് ബാൻഡിങ് മെഷീൻ ആണ്. അതായത് ഈ കട്ട് ചെയ്ത് വരുന്ന മെഷീന് നമ്മുടെ എഡ്ജ്, ഈ സൈഡ് എഡ്ജ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് വരുന്നതാണ്. എഡ്ജ് ബാൻഡിങ് അല്ലേ? എഡ്ജ് ബാൻഡിങ് മെഷീൻ. ഓക്കെ ഓക്കെ. നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്ഷൻ പറയുമ്പോൾ ഇവിടെ അല്ലേ? ഓക്കെ. അവിടെ മെഷർമെന്റ് എല്ലാം എടുത്ത് ഏതാണ് വേണ്ടി അത് കട്ട് ചെയ്ത് അവിടെ സെറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്യുന്നു. പിന്നീടുള്ള അതിന്റെ ഫിനിഷിംഗ് ആണ് ഈ നടക്കുന്നത്. സൈഡില് എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ. ഇതിപ്പോ ഫിനിഷിംഗ് അല്ലേ? ഓക്കെ. എഡ്ജ് ബാൻഡ് ചെയ്ത സാധനം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിപ്പം